പക്ഷേ പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ ചില ഗുരുതരമായതും അതുപോലെ തന്നെ വളരെ പ്രസക്തമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ ശശിയും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ഡി സതീശനെതിരായ ആരോപണം ഉന്നയിച്ചത്. അത് പിണറായി വിജയൻ്റെ അറിവോടുകൂടി ശശി നേതൃത്വം കൊടുത്തിട്ടാണ്, അദ്ദേഹം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നും ഇപ്പോൾ അതിന് മാപ്പ് ചോദിക്കുന്നെന്നാണ് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തത്, ഈ ശശിക്കെതിരെ നിരന്തരം താൻ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് തന്നോട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് CPM-നകത്ത് നേതാക്കന്മാർ തന്നെ തന്നോട് നിരന്തരം ആവശ്യപ്പെട്ടു, തന്നോട് പ്രഷർ ചുമത്തി. പക്ഷേ പിന്നീട് ഇതൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ പേരൊന്നും താൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം തൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. ഇദ്ദേഹത്തിന് സത്യത്തിൽ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, CPM-നകത്ത് വലിയ ആഭ്യന്തര കലഹം ഉണ്ടോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. എന്താ മാഷ് തോന്നുന്നത്? അല്ല, അൻവറിനെ കുറിച്ച് നമുക്കൊരിക്കൽ പോലും ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുള്ള ഒരു നേതാവാണ് എന്ന് ഇതുവരെയും കേരളത്തിൽ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിന് തോന്നിയിട്ടില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ബോധമുണ്ട്. ആ ബോധത്തിൽ അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊടായിപ്പാണ്, വളരെ കൃത്യമായിട്ട്. പിന്നെ അയാൾ പറഞ്ഞതുപോലെ ഡി സതീശൻ ഇങ്ങനെ കൊള്ളക്കാരനാണ്, കണ്ടെയ്നറിനെ നോട്ട് കൊണ്ടുവന്ന് എന്ന് ശശി ഇയാളുടെ പറയാൻ പറഞ്ഞാൽ ഇയാൾ എന്തിനാണ് പറയണത്? ഇയാളുടെ ജോലി എന്താ? ഇയാളെന്താ മെഗഫോണോ അതേപോലെ തന്നെ കോടാലിയോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശശിയുടെയും അതേപോലെ പിണറായി വിജയൻ്റെയും കോടാലിയായിരുന്നു താൻ. അതുകൊണ്ട് അവർ വെട്ടാൻ പറഞ്ഞ ആൾക്കാരൊക്കെ വെട്ടി എന്ന് ഇപ്പോൾ ഒന്ന് പറയുകയും ഒരു കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ശശിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ല, അതുകൊണ്ടൊക്കെ മാപ്പ് പറയുന്നതാണ്. ശശിക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് CPM-നകത്തെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എന്നെ അതിനെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനതെല്ലാം ചെയ്തത് എന്ന് വെച്ചാൽ അതും കള്ളമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് എന്ന് അയാളിപ്പോൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അയാൾ പറയുന്നത് ആരാണ് CPM-ലെ തനിക്കെതിരെ തന്നോട് ഇങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിച്ച നേതാക്കൾ എന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്തില്ല. കാരണം അതെൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ബാധിക്കുന്നതാണ് എന്ന് ഈ നമ്മളോട്, കേരളത്തിലുള്ള ആളുകളോട് വന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയുള്ള പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്നല്ല, ഇവന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നുള്ളതാണ്. ചൂരലിനടിച്ച് ഓടിക്കേണ്ടതായിട്ടുള്ള ഒരു കഥാപാത്രം മാത്രമാണ് അൻവർ എന്ന് പറയുന്നത്. അപ്പോൾ കാരണം ദിവസം ഒന്ന് കേരളത്തിലെ ആളുകളുടെ മുഖത്ത് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇവൻ? ഈ അൻവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ അൻവറിനെ ഇങ്ങനെ ദിവസം ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ ഓടിച്ചെല്ലാണ്. അൻവർ വിളിച്ചാൽ അൻവർ ഉടനെ വിളിക്കുന്നു, വരൂ എന്ന് പറയുമ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പെട്ടിയും കിടക്കാൻ തൂക്കി ഇയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. നാണാവില്ല ഇവർക്ക്? ഇയാളുടെ പത്രസമ്മേളനം എന്തിനാണ് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നത്? ആരാണ് ഇയാൾ? കേരളത്തിലെ രാഷ്ട്രീയർക്ക് ഇപ്പം എന്താ ഇയാൾക്ക് പ്രസക്തി? ഒരു സമയത്ത് ശരിയാണ്, അയാൾ ശശിക്കെതിരെ അല്ലെങ്കിൽ ശശിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള കോക്കസിനെതിരെ, നിഗൂഢതക്കെതിരെ വലിയ തരത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു ശക്തി, ആഞ്ഞടിക്കുന്ന ഒരു കാറ്റ്, ഒരു നിലമ്പൂർ കാറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീശിയടിച്ച് വന്നപ്പോൾ ആളുകൾ കരുതി എന്തോ സംഭവമൊക്കെ ഉണ്ടെന്ന്. പിന്നീട് ഇയാൾ ദിവസം ഇങ്ങനെ ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങി. അയാൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആ പാർട്ടിയിൽ നിന്ന് മാറി. അന്ന് മാറില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. LDF പോകില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പോയി. പിന്നെ DMKയിൽ ചെല്ലുന്നു. DMK അയാളെ എടുത്തില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇവിടെ DMK ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പം മമതാ ബാനർജിയുടെ കക്ഷിയായി താൻ മാറിക്കുക, തൃണമൂൽ കോൺഗ്രസ് ആണ് താൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ കൺവീനറാണ് എന്ന് പറയുന്നു. സംസ്ഥാനതല കൺവീനർ അദ്ദേഹമാണെന്ന് പറയും. ഇതൊക്കെ പറയാൻ ഇവനെന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് സമൂഹത്തിന് മുന്നിൽ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയാത്തിടത്തോളം കാലം അയാൾക്ക് ഒരു ക്രെഡിബിലിറ്റിയും ഒരു വിഷയത്തിലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയം പോലും അല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരുതരം ചരക്കുകളാണ് ശരിക്കും പറഞ്ഞത്. ഈ ചരക്കുകൾ ഒരിക്കൽ പോലും നമ്മളുടെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിറ്റഴിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സൈസ് ആയത് മാറി. ഇനി എത്ര കാലം ഇയാളെക്കുറിച്ചുള്ള ചർച്ച തുടരും? കുറച്ച് നാളും കൂടി ചിലപ്പോൾ തുടരുമായിരിക്കും അല്ലേ? അതിനപ്പുറത്തേക്ക് ഉള്ള സാധ്യതകൾ വിരളമാണ്. പിന്നീട് ഈ അൻവറിൻ്റെ പണമുണ്ട്, അതുകൊണ്ട് ഏത് സമയത്ത് ഒരു വാർത്ത സൃഷ്ടിക്കാനായിട്ട് അയാൾക്ക് കഴിയും. കുറേ ആളുകളെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ വിളിക്കുക, കസേരയിൽ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയ വാർത്ത വരും. കാരണം ഒരു അഗ്രസീവ് പൊളിറ്റിക്സ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നടത്തി അതിന് കണ്ടിന്യൂഷൻ ഒന്നുമില്ല. അത് കഴിഞ്ഞു അതിൻ്റെ അക്രമികളെ പോലീസ് പിടിക്കുന്നു, ഇയാൾ അതിൻ്റെ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ വാർത്തയാണ്. പക്ഷേ കോടതി ചെല്ലുന്ന സമയത്ത് ഇയാൾ അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെടാനുള്ള തരത്തിലുള്ള കുറ്റങ്ങളൊന്നും കോടതിയിൽ പോലീസ് ഹാജരാക്കുന്നില്ല, ഇയാളെ വിടുന്നു. കാരണം ഇയാളുടെ കാശ് വാങ്ങിച്ച പോലീസുകാർ ആ കൂട്ടത്തിലുണ്ടാകും. അവരൊക്കെ ആയിരിക്കും വേണമെങ്കിൽ എന്ത് FIR ആ രീതിയിലൊക്കെ എഴുതി പാകപ്പെടുത്തി കൊണ്ടുപോയി അവതരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളുടെ സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത തരത്തിൽ നമ്മളുടെ സമൂഹത്തിന് പക്ഷേ നിരന്തരമായിട്ട് പലതരത്തിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രമായിട്ട് അയാൾ മാറിക്കഴിഞ്ഞിരിക്കാൻ എത്ര കാലം ഈ നാടകം തുടരും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തതാണ്. ഇനിയും തുടരും. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ജീർണത ഇതിനകത്തൊരു പ്രശ്നമാണ്. നേരത്തെ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ആടാനുള്ള അരങ്ങായിരുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ അൻവറിനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ. അപ്പം അതുകൊണ്ടാണ് ഇയാൾക്ക് അതിനകത്ത് അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് പോലും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഈ പിണറായി എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ 2 ദിവസം കഴിയുമ്പോൾ പിണറായിയെ തെറി വിളിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. അതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇയാളുടെ അച്ഛനാവണത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. രണ്ടാമത്തെ കാര്യം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CPM-നകത്ത് വലിയ കലാപമാണ്. അങ്ങനെ കലാപത്തിൽ ഒരു വശത്ത് നിൽക്കുന്ന ആളുകളൊക്കെ എന്നുവെച്ചാൽ അവര് ആ കലാപകാരികൾ, അങ്ങനത്തെ ഒരു കലാപം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ കലാപകാരികളാണ് ഇയാളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, PCCക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അവരെന്താ ശിഖണ്ഡികളാണ്. അതൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഒന്നിൽ ഇയാൾ ശിഖണ്ഡി അല്ലെങ്കിൽ മറ്റൊരു. കാരണം എന്ന് വെച്ചാൽ അവർ വല്ലാത്ത തരത്തിൽ ഭയപ്പെട്ടിരിക്കുന്നവരാണ്. അല്ല, പക്ഷേ ഈ പിണറായിസത്തിനെതിരെ CPM-നുള്ളിൽ ഒരു വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അത് ഈ PV അൻവറിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? അല്ല, അന്ന് അങ്ങനെ ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നില്ലേ? അൻവർ ഈ സാധനം എല്ലാം കൊണ്ടുവരുന്ന സമയത്ത് പൊതുവെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ CPM-നകത്തെ വിമത നേതൃത്വത്തിൻ്റെ തലയാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എല്ലാം കഴിഞ്ഞ സമയത്ത് അൻവർ ഇങ്ങനെ പുറത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറത്തൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. CPM-നകത്ത് പിണറായി നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വൈകാരികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ആദ്യമേ 50 ആളുകളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന കണ്ടിട്ട് നാണം വരാത്തതായിട്ടുള്ള CPM-കാർ കുറവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനെതിരെ ഉള്ള ഒരു കലാപബോധമായിട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടാവാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ CPM-ൻ്റെ നല്ല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു കലാപത്തിൻ്റെ രൂപത്തിൽ അതിനകത്ത് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, വളർന്നിട്ടില്ല, വികസിച്ചിട്ടില്ല. കാരണം അത് വളർത്തി വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അതിനകത്തില്ല. ഇപ്പോൾ നേരത്തെ പാർട്ടിക്കകത്ത് ഈ വിഭാഗീയത ശക്തമായിരുന്ന സമയത്ത് ഇതൊക്കെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്നു. VS-ഉം അതേപോലെ തന്നെ പിണറായിയും, അതിക്ക് മുമ്പ് CITU നേതൃത്വം ശക്തമായിട്ട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വിഭാഗീയതയുടെ വക്താക്കളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരും VS-ഉം തമ്മിലുള്ള യുദ്ധമായിരുന്നു ഒരു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അപ്പോൾ ഈ പിണറായിയും VS-ഉം ഒറ്റക്കെട്ടായിരുന്നു, ചക്കര പോലെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ VS-ഉം പിണറായിയും തമ്മിലുള്ള അടി. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇനി പിണറായിക്കെതിരെ നിൽക്കുന്ന അതിശക്തനായിട്ടുള്ളൊരു നേതാവെന്ന് പറയുന്നത് അതിനകത്ത് ഇല്ല. ആരും ഇല്ലാത്തൊരു സ്ഥിതിയാണല്ലോ, നേതാക്കൾ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിമത ശബ്ദത്തെ, വിമത വികാരത്തെ രൂപപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനവും CPM-നകത്ത് ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും മാഷ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട്, അതായത് ഈ PV അൻവറിനോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട നേതാക്കൾ തന്നെ അവസാനം കാലുവാരി എന്നാണ് PV അൻവർ പറയുന്നത്. അത് പിന്നെ പിണറായിയോട് നേരിട്ട് മുട്ടാൻ ധൈര്യമുള്ള ഒരു നേതാക്കളും കേരള CPM-ന്റെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന്. പൊളിറ്റിക്സിൽ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ധൈര്യം ഉണ്ടാവണം. നേരിട്ട് തന്നെ യുദ്ധം ചെയ്താൽ മാത്രമാണ് അത് പൊളിറ്റിക്കൽ എഫക്റ്റ് സൃഷ്ടിക്കുകയുള്ളൂ. രാഷ്ട്രീയ ഫലം സൃഷ്ടിക്കാൻ അതിനെ കഴിയുള്ളൂ. ഒളിയുദ്ധങ്ങൾ അകത്തിരുന്ന് നടത്തിയിട്ടൊരു കാര്യമില്ല. കാരണം പലരും ചെയ്യുന്ന കാര്യമാണ്. പിണറായി അകന്നിരിക്കുന്ന സമയത്ത് നല്ല ചീത്തയൊക്കെ വിളിക്കും, തെറിയൊക്കെ പറയും. അത് കഴിഞ്ഞ് പിണറായിയുടെ മുന്നിലെത്തുന്ന സമയത്ത് അയാളുടെ കാൽക്കൽ കുമ്പിട്ട് വണങ്ങും. കുമ്പിട്ട് വഴങ്ങി കാൽക്കൽ വീഴുക, കഴുകി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന കുറേ യൂസ്ലെസ്സുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇഡിയറ്റ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതാണ് ആ പാർട്ടി. എന്നാൽ ഇത് ശരിക്കും CPM-ൻ്റെ
CPM-ന്റെ യശസ്സിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. മനസ്സിലായി? ഇത്രമാത്രം. എന്നാലും പിണറായി വിജയന്റെ അധികാരം അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള ശേഷി എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്ത് മറ്റൊരു ലീഡർക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഇത്രമാത്രം CPM-ന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കിയ, അതിൻ്റെ രാഷ്ട്രീയത്തെ നശിപ്പിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിലും സ്റ്റിൽ ഹീസ് ദ ലീഡർ. അതാണ് പ്രശ്നം. അദ്ദേഹം ഇപ്പോഴും നേതാവായിരിക്കുന്നു. ഇപ്പോഴും ഒരു നേതാവ് ആ പാർട്ടിക്കുള്ളൂ, അത് പിണറായി വിജയനാണ്.